CPM-നെ വലിയ വെട്ടിലാക്കിക്കൊണ്ട് കരുവന്നൂർ സഹകരണ ബാങ്കിലെ കള്ളപ്പണ ഇടപാട് കേസിൽ ED അന്തിമ കുറ്റപത്രം നൽകിയിരിക്കുകയാണ്. അന്തിമ കുറ്റപത്രത്തിൽ CPM-ന്റെ മുതിർന്ന നേതാക്കൾ പ്രതിപട്ടികയിലുണ്ട്. 3 മുൻ ജില്ലാ സെക്രട്ടറിമാരാണ് പ്രതിപട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ CPM എന്ന പാർട്ടിയെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ED. മുൻ ജില്ലാ സെക്രട്ടറിമാരായ AC മൊയ്തീൻ MLA, K രാധാകൃഷ്ണൻ MP, മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉൾപ്പെടെയുള്ളവരാണ് പ്രതിപട്ടികയിലുള്ളത്. അതിൽ 68 പ്രതിയായിട്ടാണ് CPM എന്ന പാർട്ടിയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ, കണ്ടെത്തലുകളൊക്കെയാണ് പ്രതികൾക്കെതിരെ ED കുറ്റപത്രത്തിലുള്ളത്. അതിൽ ബാങ്കിന്റെ നടത്തിപ്പിൽ ഇടപെടുക, പ്രതികളെ തട്ടിപ്പിന് നടത്താൻ സഹായിക്കുക, അവർക്ക് കൂട്ടുനിൽക്കുക, ബിനാമി ഇടപാടുകൾ നടത്തുക, ബിനാമി അക്കൗണ്ടുകൾ ബാങ്കിൽ തന്നെ നടത്തുക എന്ന തരത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകളുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ കുറ്റപത്രം CPM-നെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പക്ഷേ EDക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിന് പിന്നിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുറ്റപത്രം വന്നത് എന്ന തരത്തിൽ അതിനെ രാഷ്ട്രീയമായി നേരിട്ടുകൊണ്ട് രക്ഷ നേടാനുള്ള ശ്രമം തന്നെയാണ് CPM-ഉം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിഷാദ്, ഈ കുറ്റപത്രത്തിലെ കണ്ടെത്തലുകൾ അത് CPM-നെ എത്രത്തോളം വെട്ടിലാക്കുന്നതാണ്? CPM-നെ വെട്ടിലാക്കുന്നതാണെന്ന് ചോദിച്ചാൽ കരുവന്നൂർ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് CPM ഓൾറെഡി വെട്ടിലാണ്. CPM-ന്റെ ഭാഗം ശരിയാവണ്ണം വിശദീകരിക്കാൻ അവർക്ക് പൂർണ്ണമായി കഴിഞ്ഞെന്ന് ചോദിച്ചാൽ ഇല്ല. അത് കഴിഞ്ഞ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയമുള്ള ലോക്സഭയിൽ അതിലടക്കം നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒന്നാണ്. പാർട്ടി തന്നെയും പറ്റിപ്പോയിട്ടുണ്ട് എന്ന് സമ്മതിച്ച ഒരു എപ്പിസോഡാണ് കരുവന്നൂർ കേസ്. അതിൽ നേതാക്കളെ കൊടുക്കാനുള്ള ശ്രമത്തിന് വലിയ ആസൂത്രണം ഉണ്ടെന്ന് മാത്രമേ CPM-ന് ശരിക്കും പരാതിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ED CPM-ന് പങ്കുണ്ട്, CPM-ന്റെ നേതാക്കളായിട്ടുള്ള AC മൊയ്തീനും K രാധാകൃഷ്ണനും എല്ലാം പങ്കുണ്ട് എന്ന് പറയുന്നു. കുറ്റപത്രവും സമർപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ED-യെ പൂർണ്ണ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല ഈ വിഷയത്തിൽ. കാരണം ED-ക്ക് ഭയങ്കരമായ രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള ഒരു സംഘമാണ്. 2 പ്രധാനപ്പെട്ട കേരളത്തിലെ കള്ളപ്പണ ഇടപാടുകൾ എന്ന് വിളിക്കാവുന്ന ഒന്നാണ്. ഒന്ന് ഈ കരുവന്നൂരിലെയും മറ്റൊന്ന് കൊടകരയിലെയും. കൊടകര കേസിലെടുത്ത സമീപനം എന്താണെന്ന് നമുക്കറിയാം. തൃശ്ശൂർ ജില്ലയിൽ. അപ്പോൾ അതിലെ നേതാക്കൾ, ഒന്നിൽ രാഷ്ട്രീയ ബന്ധമേ ഇല്ല. നേതാക്കൾക്ക് പങ്കില്ലെന്ന് മാത്രമല്ല, BJP എന്നുള്ള പാർട്ടിയുമായിട്ടൊരു ബന്ധവുമില്ല. നമ്മൾ അന്വേഷിച്ചാൽ പോലും, ഇപ്പോൾ ഈ ഇത്രയും ഇൻവെസ്റ്റിഗേഷനൊക്കെ തരത്തിലുള്ള ലീഗൽ നോളജ് ഇല്ലാത്ത ഞാനും ദിവ്യയും കൂടി അന്വേഷിച്ചാൽ പോലും BJP-യിലേക്ക് സിമ്പിളായി എത്തുന്ന കേസാണത്. കാരണം അതിൻ്റെ ആ ഒരു പരമ്പര നോക്കി നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ED അന്വേഷിച്ചിട്ട് അതിലൊരു ബന്ധവുമില്ല എന്നാണ് കണ്ടെത്തിയത്. അതേസമയം ഇവിടെ CPIM എന്ന് പറഞ്ഞ പാർട്ടിക്ക് പങ്കുണ്ട്, അതിന് നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തുകയാണ്. ആ വിശ്വാസതയില്ലാത്തൊരു ഏജൻസി ഉണ്ടാക്കുന്ന കുറ്റപത്രങ്ങൾ, ഒന്ന് കൊടകരയിലെ കുറ്റപത്രം, ഒന്ന് ഇവിടുത്തെ കുറ്റപത്രം എന്ന പ്രശ്നമുണ്ട്. ആ പ്രശ്നം അവിടെ നിർത്തിക്കൊണ്ടേ അഭിപ്രായം പറയാൻ പറ്റില്ല. ED പോലും കണ്ടെത്തിയല്ലോ എന്ന വാചകം എനിക്കില്ല. കാരണം ED അത്രയും സംശയാസ്പദമായ ക്രെഡിബിലിറ്റി ലോസ് നേരിടുന്ന ഒരു സംഘമാണ്. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം, ഇപ്പം CPM-ൻ്റെ പോലും വാദം ഇതാണ്, ഞങ്ങളെ കൊടുക്കാൻ ശ്രമിക്കുകയാണ് ED. ഇപ്പം തന്നെ നോക്കൂ, മറ്റേ ED അഴിമതി കേസൊക്കെ വന്നല്ലോ, ED-യുടെ ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള. അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ED മൊത്തത്തിൽ രാഷ്ട്രീയ പ്രേരിതമാണ്, ഇത് തെറ്റാണെന്നൊക്കെ സ്ഥാപിക്കാൻ CPM ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ കാണേണ്ട കാര്യം, ഇത് ED കണ്ടെത്തിയിട്ടുള്ള ഒരു കേസല്ല. ഒന്നാമത്തേത്, ഇത് 2011 മുതൽ 2021 വരെ വ്യാപകമായി നടന്ന തട്ടിപ്പ്. ഈ തട്ടിപ്പ് എന്ന് വെച്ചാൽ 180 കോടി ആണ് ED പറയുന്നത്. സർക്കാരിന് തന്നെ സഹകരണ വകുപ്പ് 103-110 കോടി രൂപയുടെ അഴിമതി അതിനകത്ത് കണ്ടെത്തി കഴിഞ്ഞിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതായത് 10 വർഷക്കാലം ഇല്ലാത്ത അഡ്രസ്സുകളിൽ ആളുകൾ അറിയാതെ വായ്പകൾ ഇഷ്യൂ ചെയ്യുക, അതിൻ്റെ പേരിൽ അസാധാരണമായി മറ്റു ചില അക്കൗണ്ടുകളിലേക്ക് പണം വരിക, പിന്നീട് ചില ആളുകൾക്ക് നോട്ടീസ് കിട്ടുമ്പോൾ മാത്രമാണ് അവർ ലോൺ എടുത്തു എന്ന കാര്യം അറിയുന്നത്. അങ്ങനെ കോടാനുകോടികളുടെ തട്ടിപ്പ് നടത്തിയ ഒരു ഏർപ്പാടാണ്. ആ ഏർപ്പാട് നടത്തിയ സ്ഥാപനം സമ്പൂർണ്ണമായും ഭരിക്കുന്നത് CPIM എന്ന് പറയുന്ന പാർട്ടിയാണ്. അതിൽ CPIM-ൻ്റെ ജില്ലാ നേതൃത്വത്തിന് കൃത്യമായ പങ്കാളിത്തമുണ്ട്. CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമുള്ള ഒരു കമ്മിറ്റിയാണ് അതിനെ പൂർണ്ണമായും ഡ്രൈവ് ചെയ്യുന്നത്. അതിൽ അവിടുത്തെ ഉദ്യോഗസ്ഥ പരാതി കൊടുക്കുന്നു. ആ പരാതിയിന്മേൽ സർക്കാരിൻ്റെ സംവിധാനം വകുപ്പിൻ്റെ സംവിധാനം അന്വേഷിക്കുന്നു, കമ്മിറ്റി അന്വേഷിക്കുന്നു, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു. ഈ അന്വേഷണത്തിലെല്ലാം ഇതിനകത്ത് കുറ്റം നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും അതിന്മേൽ നടപടിയെടുക്കുകയും ചെയ്യുന്നു. അതിൽ 2 ഉദ്യോഗസ്ഥരുടെ പേര് പ്രത്യേകം ഓർക്കണം. ഒന്ന് സുനിൽകുമാറിൻ്റെയും ബിജു കരിമിൻ്റെയും. ഇവർ മാപ്പുസാക്ഷികളാണ്. ഇവർ കൊടുത്തിട്ടുള്ള മൊഴികൾ പ്രകാരം നേതാക്കൾ അറിയാതെ ഒരു പ്രധാനപ്പെട്ട ലോണും ഇഷ്യൂ ചെയ്യപ്പെട്ടില്ല എന്നാണ്. വലിയ തുകകളെല്ലാം കൊടുത്ത് പ്രസിഡന്റ് മാത്രം ഒപ്പുവെച്ചിട്ടാണ്, കമ്മിറ്റികൾ പോലും പൂർണ്ണമായിട്ട് വരികയും ചെയ്തിട്ടില്ല. അങ്ങനത്തെ നിഗൂഢവും രഹസ്യാത്മകവുമായ ഇടപാടുകൾ നടന്നാണ് അവരുടെ മൊഴി. അതിൽ മാത്രമല്ല, CPM-ൻ്റെ പങ്കാളിത്തം ആക്ഷേപിക്കാൻ കഴിയുന്ന സാഹചര്യം എന്ന് വെച്ചാൽ, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇതിനിരയാക്കപ്പെട്ട ആളുകൾ ഇന്ന് പിന്നീട് ഇറങ്ങിപ്പോയി BJP ചേർന്ന ആളെ ഓർമ്മയുള്ളൂ. അപ്പം നേരത്തെ തന്നെ CPM ജില്ലാ സെക്രട്ടറി അടക്കം രേഖാമൂലം ഇതിലെ പ്രശ്നങ്ങൾ അറിയിക്കുകയോ നേരിട്ട് കണ്ടു പറയുകയോ ചെയ്തിട്ടും ഇതിന്മേൽ CPM ഇടപെടാൻ തയ്യാറായിട്ടില്ല എന്നാണ്. ഇപ്പോൾ ദിവ്യ നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്മിറ്റിക്കകത്ത് നടക്കുന്ന തട്ടിപ്പിനെക്കുറിച്ച് ദിവ്യയെ അറിയിച്ചിട്ടും ദിവ്യ ഇടപെടാതിരിക്കുകയോ അഭിപ്രായം പറയാതിരിക്കുകയോ നിരീക്ഷിക്കാതിരിക്കുകയോ ചെയ്താൽ അതിനകത്ത് എന്തോ താല്പര്യം ദിവ്യക്കുണ്ടെന്ന് സ്വാഭാവിക സംശയിക്കണമല്ലോ. അപ്പോൾ CPM-നെ പോലൊരു പാർട്ടി, അവർക്ക് പൂർണ്ണ നിയന്ത്രണമുള്ള ഒരു ബാങ്കിൽ കോടിക്കണക്കിന് ഇടപാടുകൾ, ഇങ്ങനത്തെ തട്ടിപ്പിടപാടുകൾ നടക്കുന്നു. അത് ഈ പറയുന്ന അഡ്രസ്സ് ഇല്ലാത്ത ആളുകളുടെ പേരിലോ അല്ലെങ്കിൽ ആളുകൾ അറിയാതെ ലോൺ എടുക്കുന്നു
എന്നാലും പാർട്ടിക്ക് തന്നെ പല പേരുകളിൽ 5 അക്കൗണ്ട് ഉണ്ടെന്നാണ് ഇ ഡി ആരോപിക്കുന്ന കാര്യം. അതിൽ തന്നെ ലവി അതുവഴി പിരിക്കുന്നു, ചില ആളുകൾ സംഭാവന എന്ന മട്ടിൽ അതിലേക്ക് പണം ഇടുന്നു, മൊത്തത്തിൽ ചില ഇടപാടുകൾ നടന്നുവെന്ന് രേഖകളെ മുൻനിർത്തി അവർ സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. ഒറ്റ കാര്യമുള്ളൂ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നതെന്ന് പല ആളുകൾ പലതരത്തിൽ അറിയിച്ചിട്ടും CPM-ൻ്റെ ജില്ലാ നേതൃത്വം ഇടപെട്ട് അതിന് തടസ്സം ഉണ്ടാക്കാതിരുന്നത്. അതിൽ കുറ്റക്കാരായ ആളുകളെ പാർട്ടി തന്നെയും ഇടപെട്ട് തടയുകയോ പുറത്തു കൊണ്ടുവരികയോ നടപടിയെടുക്കുകയോ ക്രൈംബ്രാഞ്ചിനെയോ പോലീസിനെയോ അറിയിക്കാതിരിക്കുകയോ ചെയ്തത്. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ അന്നും ഇന്നും CPM-ന് പറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല, CPM-കാർ മാത്രം നയിക്കുന്ന ഒരു പാർട്ടിയിൽ അവർ മാത്രം ഡേ ടു ഡേ അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനത്തിനകത്ത് ലക്ഷക്കണക്കിന് രൂപ ഇങ്ങനെ വായ്പ കൊടുക്കുമ്പോൾ അതിനകത്ത് പൊളിറ്റിക്കൽ കമ്മിറ്റികൾക്ക് അറിയാതെ കൊടുക്കാൻ പറ്റില്ല. അത് എന്നിരിക്കെ ആ നടന്നതിന് മുന്നിലുള്ള ഉത്തരവാദിത്വം വിശദീകരിക്കാൻ ഇപ്പോഴും പാർട്ടിക്ക് പറ്റിയിട്ടില്ല എന്നതുകൊണ്ട് ED പഴി പറഞ്ഞാൽ മാത്രം അവശേഷിക്കുന്ന ഒന്നായിരിക്കില്ല ഇത്. അതിന് CPM എന്ന പാർട്ടിക്ക് തന്നെയും പൂർണ്ണമായി ബാധ്യതയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദാവൂദ് ഇപ്പോൾ ഈ CPM നേതാക്കളൊക്കെ പറയുന്നത് പോലെ ഈ പറഞ്ഞ മുതിർന്ന നേതാക്കൾക്ക് കെ രാധാകൃഷ്ണൻ MP ഉൾപ്പെടെയുള്ളവർക്ക് ഈ തട്ടിപ്പിനെ കുറിച്ച് അറിവുണ്ടായിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് ദാവൂദ് കരുതുന്നത്? അതോ ഈ ചെറിയ കാലയളവല്ല, ഒരുപാട് വർഷങ്ങളോളം നടന്ന കോടികളുടെ തട്ടിപ്പാണ്, അതങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഒഴിയാൻ പറ്റുമോ അവർക്ക്? ഒന്നാമതേ, ഈ നിയമത്തിൽ അറിയില്ല എന്നൊരു സംഗതിയില്ല, ഇളവില്ല. അങ്ങനെ ഒരു ഇളവുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ലോകമാകെ അരാജകമായി പോകും. ഇപ്പം ഞാനിപ്പോൾ ഒരാളെ കൊന്നു, അയ്യോ കൊല്ലാൻ പാടില്ല എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അറിയില്ല എന്നുള്ള നിയമത്തിന് മുമ്പിൽ നിൽക്കാത്തൊരു കാര്യമാണ്. ഇനി ഈ പറയുന്ന ബാങ്കിൽ, പെർട്ടിക്കുലർ ബാങ്കിൽ നടന്നിട്ടുള്ള ഇടപാടുകൾ, ദുരൂഹമായുള്ള ഇടപാടുകൾ, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് 103 കോടിയുടെ അഴിമതി നടന്നതായിട്ട് എന്താണ് ഈ സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ എന്തോ ഒരു കമ്മിറ്റിയുടെ കണ്ടെത്തൽ 103 കോടിയുടെ, അവിടുത്തെ സഹകരണ അസിസ്റ്റൻ്റ് രജിസ്ട്രാറുടെ കണ്ടെത്തൽ 113 കോടിയുടെ. അപ്പം സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച ഉത്തരവാദപ്പെട്ട ഏജൻസികൾ തന്നെ കൊടിയ അഴിമതി നടന്നു എന്ന് സ്ഥിരീകരിച്ച സംഭവമാണ്. അപ്പോൾ അതിലേറ്റവും കുറഞ്ഞ എമൗണ്ട് എടുക്കുക 103 കോടി തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ വർഷങ്ങളെടുത്ത് 103 കോടിയുടെ അഴിമതി നടന്നു. ഒറ്റ ദിവസം തപ്പേ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഈ നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ അതറിയാതെ ഇരിക്കുകയാണ് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട നേതൃത്വമെങ്കിൽ, ജില്ലയിലെ നേതൃത്വമെങ്കിൽ, ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ആളുകളാണല്ലോ ഇവരെല്ലാവരും പ്രതിയാണ്. അവർ ആ കസേരയിരിക്കുന്ന എന്താ അർത്ഥമുള്ള? അങ്ങനെ CPM പോലെ ഇത്രയും എന്താണ് എല്ലാ കാര്യങ്ങളിലും ഹൈറാർക്കി കീപ്പ് ചെയ്യുന്ന ഒരു പാർട്ടി നമുക്കറിയാമല്ലോ. CPM-ൽ ഒരു കീഴ് കമ്മിറ്റിക്ക് സ്വന്തമായിട്ട് ഒരു മേൽ കമ്മിറ്റി, കീഴ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ ശ്രേണി ഘടന വളരെ കർശനമായിട്ട് പാലിക്കുന്നൊരു പാർട്ടിയാണ്. അങ്ങനെ ഒരു പാർട്ടിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ ഇത്രയും 5-8 വർഷം എടുത്തിട്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള അഴിമതി നടന്നിട്ട്, അല്ലെങ്കിൽ ഒരു മാൽ പ്രാക്ടീസ് അവിടെ നടക്കുന്നു എന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ആൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് CPM-ന് അറിയുന്നവരത് വിശ്വസിക്കില്ല. CPM-ന് അറിയുന്നവർക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ. തൃശ്ശൂരത്തെ കാര്യമെങ്കിൽ അത് വേറെ നിലക്ക് പരിശോധിക്കേണ്ടതാണ്. ഇന്ന് മാത്രമല്ല, കരുവന്നൂരിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് വലിയ പ്രശ്നമായിട്ട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നിടത്ത് എത്തിയിട്ടുണ്ട്. ചികിത്സയ്ക്ക് 2 നിലക്കാണ് വരുന്നത്. ഒന്ന്, എടുക്കാത്ത വായ്പയുടെ പേരിൽ ജപ്തി നോട്ടീസുകൾ വരികയാണ് ആളുകൾക്ക്. കൊടുത്ത നിക്ഷേപ തുക അത്യാവശ്യം, വീട്ടിലെ അത്യാവശ്യം എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സയുടെ, സർജറിയുടെ സമയത്ത് നിക്ഷേപകൻ പൈസയ്ക്ക് വേണ്ടി പോകുമ്പോൾ പൈസ കിട്ടുന്നില്ല. അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്, ഇവിടുന്ന് പൈസ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്, അത് കിട്ടുന്നില്ല. അപ്പോൾ ഇത് അതിഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. അപ്പോൾ അത് വെറുതെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയൊരു പ്രശ്നമല്ല, സർക്കാർ തന്നെ നിശ്ചയിച്ച ഒരു കമ്മിറ്റിയുടെ കണ്ടെത്തലുണ്ട് അതിനകത്ത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പം ED കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ED എല്ലാ നിലക്കും വിശ്വാസയോഗ്യമായ ഏജൻസിയാണെന്ന് വെച്ചാൽ അത് വിശ്വാസയോഗ്യമല്ല എന്ന് ഇതേ തൃശ്ശൂരിൽ തന്നെ ED തെളിയിച്ചിട്ടുണ്ട്. ഇവരുടെ ഇതിലിപ്പോൾ നേതാക്കൾ പ്രതികളായതാണ് CPM വളരെ ഗൗരവത്തിൽ കാണുന്നത്. അപ്പോൾ സാങ്കേതികമായി അവർ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഈ ഫ്രെയിമിനകത്ത് വെച്ച് നോക്കുമ്പോൾ അവരെ പ്രതി ചേർക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ഇനി കോടതി വ്യവഹാരങ്ങളിലൂടെ നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. ഇവരറിഞ്ഞില്ല എന്ന് CPM പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ഒരു കുറ്റകൃത്യം അറിയുകയും അത് തടയാനാവശ്യമായ ഒരു പൗരൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കുറ്റകരമാണ്, അതും കുറ്റകരമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടുമെന്ന് CPM പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രാഷ്ട്രീയമായി CPM തിരിച്ചടിയായിരിക്കും. നിയമപരമായി CPM നിശ്ചയമായും നേരിടേണ്ടി വരും. പക്ഷെ രാഷ്ട്രീയമായി ഇതെങ്ങനെയാണ് നേരിടുക? അത് രാഷ്ട്രീയമായി CPM നേരിടാൻ ശ്രമിക്കും തോറും അത് CPM-ൻ്റെ വിശ്വാസ്യത കുറയ്ക്കുകയാണ് ചെയ്യുക. ഇതിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന സമീപനം CPM സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്.
കാരണം ഇത് നോക്കൂ, അവിടെ സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ള അതിൽ പോലും ഒരു ഘടകം ഞാൻ കാണുന്നത് കരുവന്നൂരാണ്. കരുവന്നൂർ മുൻനിർത്തി അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഒരു മാർച്ചൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് ജനങ്ങൾക്കൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഈ ബാങ്കിൻ്റെ മാനേജറായിരുന്ന CPMൻ്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ആൾ അവിടെ BJPയുടെ നേതാവായി മാറി. ഒരു സുരേഷ് എന്ന് പറയുന്ന ആൾ. അത് വലിയ വലിയ രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതിനകം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഈ പറയുന്ന ഇന്നലെ ആ സെക്രട്ടറിയുടെ പ്രസ്താവനയുണ്ട്, എന്താണ് എന്തും ചെയ്തു കളയാമെന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അക്രമ സ്വഭാവത്തിലൊരു പ്രസ്താവനയാണ് CPM സെക്രട്ടറി ഇറക്കിയത്. ആ നിലയിൽ അതിനെ കാണരുത്. ഇതിനെക്കുറിച്ച് വിനയത്തോടു കൂടി സമീപിക്കണമെന്ന് ഞാൻ പറയാം. കാരണം ഗുരുതരമായൊരു പിഴവ് പറ്റിയിട്ടുണ്ട്. ആ പിഴവ് ഏറ്റു പറയണം. ഇ ഡിയെക്കുറിച്ച് CPM ഉന്നയിക്കുന്ന വിമർശനം അതെല്ലാം ശരിയാണ്. പക്ഷേ കരുവന്നൂരിൽ ഇ ഡി കുഴപ്പം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനിയും പരിശോധിക്കേണ്ടതാണ്. പക്ഷേ കരുവന്നൂരിൽ CPMന് അതിഗുരുതരമായ പിഴവ് പറ്റിയിട്ടുണ്ട്. അതിഗുരുതരമായ പിഴവ് പറ്റിയിട്ടുണ്ട്. അത് ഏറ്റു പറയണം. അത് ഏറ്റു പറയാതെ ഇ ഡിക്കെതിരായ ബഹളം വെച്ചതുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്പർ 1. ഇതിൽ ഞാൻ കാണുന്ന ഇതിനേക്കാൾ ഗുരുതരമായുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുറ്റപത്രം സമർപ്പിച്ചൊരു സമയം നമ്മളെടുക്കുക. കേരളം തെരഞ്ഞെടുപ്പ് സീസണിലേക്ക് പോവുകയാണ്. വലിയ CPMനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്, പാർട്ടി സെക്രട്ടറിമാരായിരുന്നു. കേരളത്തിലുള്ള ഏക പാർലമെൻറ്റ് അംഗം, ഏക ലോക്സഭാ അംഗമായിട്ടുള്ള ആൾ, മുൻ മന്ത്രിയായിട്ടുള്ള ആൾ ഇങ്ങനൊരു കേസ് എടുക്കുന്നതോടുകൂടി അത് വളരെ പ്രധാനപ്പെട്ട ഒരു തുരുപ്പ് ചീട്ടാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊരു ബാർഗെയിനിങ് ചിപ്പായിട്ട് BJP ഉപയോഗിക്കുമോ എന്ന് ഭയക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമുക്കറിയാം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കേസുകൾ, ഇപ്പോൾ കേരളത്തിൽ പോലീസിൽ RSS സ്വാധീനവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ, ആ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അജിത് കുമാറിനെ തൊടാത്തത്? എന്താണ് സംഘപരിവാർ വൽക്കരണത്തെക്കുറിച്ചൊന്നും ചെയ്യാത്തതാണ്? അത് ഈ കേസുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്, വിരട്ടി നിർത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അതൊരു രാഷ്ട്രീയ വിമർശനമായിട്ട് ഇവിടെ ഉണ്ട്. അതിനെ സബ്സ്ക്രൈബ് ചെയ്യുന്ന മനുഷ്യരുണ്ട്. കാരണം പിണറായി വിജയനെ പോലെ ഒരു എന്താ പറയുക ഇച്ഛാശക്തിയുള്ള ഒരാൾ ആഭ്യന്തര വകുപ്പിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, അദ്ദേഹം ഇതിലൊന്നും ഇടപെടുന്നില്ല എന്നത് വിചിത്രമായുള്ള അവിശ്വസനീയമായുള്ള കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇടപെടാൻ പറ്റില്ല, ആക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ കേസുകളാണ് കാരണം. പാർട്ടിയെ തന്നെ കേസുകൾ വെച്ച്, ഇപ്പോൾ മുഖ്യമന്ത്രിയെ കേസുകൾ വെച്ച് ബന്ദിയാക്കി നിർത്തിയിരിക്കുകയാണെങ്കിൽ പാർട്ടിയെ തന്നെ കേസ് വെച്ച് ബന്ദിയാക്കി നിർത്തി അത് തെരഞ്ഞെടുപ്പ് ധാരണകളിലേക്ക്, അത് വെച്ച് തെരഞ്ഞെടുപ്പ് അഡ്ജസ്റ്റ്മെൻറ്റുകളിലേക്ക് പോകുമോ എന്ന സംശയം നിശ്ചയമായി അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇ ഡി ഇപ്പോൾ ഇങ്ങനൊരു കുറ്റപത്രം ഇത് വർക്ക് ചെയ്യാൻ പോകുന്ന ഇപ്പോഴില്ല, ഇലക്ഷൻ സീസണിലേക്ക് കടക്കുമ്പോൾ, ഇലക്ഷൻ ചൂടിലേക്ക് കടക്കുമ്പോഴായിരിക്കും ഈ കുറ്റപത്രങ്ങളും കേസുകളും വർക്ക് ചെയ്യുക. അപ്പം ആ നിലക്കാണ് ഇത് ഇ ഡി BJPക്ക് വേണ്ടി, അല്ലെങ്കിൽ കേരളത്തിലൊരു ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ മുൻനിർത്തി ഇ ഡിയുടെ കുറ്റപത്രത്തെ കാണുമ്പോൾ ഗുരുതരമായൊരു സാഹചര്യം അതിനകത്തുണ്ട്. യെസ്, അതാണ്. നമുക്കറിയാം പാർട്ടി അനുഭാവികൾ, പാർട്ടി പ്രവർത്തകർ പോലും ഇരയായ സംഭവമായിരുന്നു കരുവന്നൂരിലെ തട്ടിപ്പ്. മാത്രമല്ല സഹകരണ മേഖലയുടെ തന്നെ വിശ്വാസ്യത നഷ്ടപ്പെടാൻ കാരണമായ ഒരു സംഭവം കൂടിയാണ്. അതിൽ പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് തുറന്ന് സമ്മതിക്കുകയും അത് തിരുത്താനുള്ള ഒരു ശ്രമം കൂടി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്.